ഒഹായോസിൽ നിന്ന് കർത്താവിന് വിലപ്പെട്ട ദാസി സിസ്റ്റർ സിനി ജോസഫ് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന് വിലപ്പെട്ട ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയുടെ ഏറുന്ന പാട്ട് നമുക്ക് ആസ്വദിക്കാം. എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീർപ്പൂ പോലെ മൃദുലം. എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകിയ യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന സ്നേഹകാന്തൻ, സർവ്വ സുന്ദരനേശു എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീർപ്പൂ പോലെ മൃദുലം. മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാർവോടണച്ചു. മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാർവോടണച്ചു. എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകിയ യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന സ്നേഹകാന്തൻ, സർവാംഗ സുന്ദരനേശു എനിക്കൊരു ഉത്തമഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീർപ്പൂ പോലെ മൃദുലം. സ്വർഗഭവനം ഒരുക്കിയതിൽ
വേഗമെന്നെ ചേർപ്പാൻ എന്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്ന് സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എന്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്ന് സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുവാൻ യേശുവെ ഞാൻ ഒരിക്കലും നിരച്ചതില്ല. 10,000-അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന സ്നേഹകാന്തൻ, സർവാംഗ സുന്ദരനേശു എനിക്കൊരു സമഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീർപ്പൂ പോലെ മൃദുലം. താങ്ക് യു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം പാടുവാൻ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് സർവശക്തിയുള്ള ദൈവം സഹായിച്ചുവല്ലോ. ആത്മാവ് നിറഞ്ഞ് പാടിയതായ പാട്ടിന്റെ ഓരോ വരികളും ഹല്ലേലൂയ, സ്തോത്രം. 10,000 അത് സുന്ദരൻ വെണ്മയും ചുവപ്പുള്ള നമ്മുടെ മഹാരാജാവിനെ ഉയർത്തി പാടുവാൻ തക്കവണ്ണം അവിടുത്തെ പുനരാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ആ പാട്ടിൽ കൂടെ ഇടയായി തീർന്നുവല്ലോ. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം എത്ര വലിയ സ്നേഹമാണ്. നാം ഹല്ലേലൂയ ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നമ്മളെ തേടി വന്ന സ്നേഹം, നമ്മളെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ജീവൻ തന്ന സ്നേഹം, മുഴുവൻ രക്തം ഊറ്റി തന്ന സ്നേഹം, സ്വർഗത്തിലെ ആത്മീയം ബോധ്യമായ സകല നന്മകളും തന്ന യുഗത്തോളം നമ്മളെ കൊണ്ടുവന്ന മഹാസ്നേഹം. ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിപ്പാൻ ഹല്ലേലൂയ അതിന്റെ ആഴം, ഉയരം, നീളം, വീതി എത്ര ഭയങ്കരമായ സ്നേഹമാകും. ഹല്ലേലൂയ. ആ പാട്ടിന്റെ ഓരോ വരികളും അനുഗ്രഹിക്കപ്പെട്ടതായ അർത്ഥവത്തായ ഒരു ഗാനമായിരുന്നു പാടിയത്. ഹല്ലേലൂയ, സ്തോത്രം. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം കൊടുത്തിരിക്കുന്നുവല്ലോ. മക്കളെ ദീർഘായുസ്സുകൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ, ശുശ്രൂഷകളെ മാനിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരു ദോഷവും വരാതെ ഹോമ ഒഹായോ സിറ്റിയിലും പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിപ്പാൻ കൂടി വരുന്ന ദൈവസഭയെ ഹല്ലേലൂയ വിശ്വാസ കുടുംബങ്ങളിൽ ഹല്ലേലൂയ എല്ലാവരും നമുക്ക് ഓർക്കാൻ പ്രാർത്ഥിക്കാൻ. വീട്ടുകാർ, കുടുംബക്കാർ, യാത്രക്കാർ, സ്നേഹം എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രികാലം ദൈവവചനം ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയാവും ഹല്ലേലൂയ. അഭിഷക്ത ശുശ്രൂഷ, തേജസ്സിന്റെ ശുശ്രൂഷ രാത്രി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് സഹായിപ്പാൻ തക്കോണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നാം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ എബി കുടുംബം, സിബി കുടുംബം, ജൂബി കുടുംബം ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങൾ ഹല്ലേലൂയ ദിവസത്തിൽ ചേർക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അവർ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ഈ സമയത്ത് തന്നെ ഇന്ത്യയിൽ ഹല്ലേലൂയ സിബിയുടെ ഫാദറിലോ പാസ്റ്റർ ഹല്ലേലൂയ PT ചാക്കോയും ദൈവത്തിൽ ചേർക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയായി. അവിടെയും ദുഃഖത്തില്, ഇവിടെ ഡബിൾ ദുഃഖം. ഹല്ലേലൂയ, സ്തോത്രം. നല്ലൊരു സെന്റ് ഓഫ് ഇവിടെ അവിടെയും ലഭിപ്പാൻ പ്രിയ ഹല്ലേലൂയ സിബിയുടെ വൈദ്യ DT ഇന്ത്യയിലേക്ക് ഹല്ലേലൂയ കടന്നു പോകുന്നുവല്ലോ. ഹല്ലേലൂയ ഒരു ശുഭയാത്ര കൊടുത്ത് നല്ലൊരു സെന്റ് ഓഫ് ഇവിടെ അവിടെയും നടക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
അതുപോലെ ഹല്ലേലൂയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. എത്രമാത്രം അനിഷ്ട സംഭവങ്ങൾ അനർത്ഥങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 2300 കടന്നെന്ന് പറഞ്ഞാലും അതിനെയൊക്കെ ഡബിൾ ആൾക്കാർ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി കരയുദ്ധം നടക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ ഒക്കെ കഴുത്ത് വെട്ടിയതായിട്ട് ഇതൊക്കെ പറയാൻ പോലും ഹല്ലേലൂയ പ്രയാസമുള്ള കാര്യം. ഹല്ലേലൂയ അത്ര കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ കരങ്ങൾക്ക് മാത്രമേ അവിടെ പ്രവർത്തിപ്പാൻ കഴിയത്തുള്ളൂ. നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നിരപരാധികൾ എന്തുമാത്രം പ്രിയപ്പെട്ടവർ പെട്ടെന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഒരു സ്വസ്ഥതയും സമാധാനമില്ലാതെ കഴിഞ്ഞു പോകുന്ന അവിടെ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. യുദ്ധം നിർത്തൽ ചെയ്യുവാനും ഹല്ലേലൂയ സ്തോത്രം സമാധാനം പകരുവാനും ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. സ്തോത്രം. ഇസ്രായേലിന്റെ പരിപാലകൻ ആകാശം ചെറിഞ്ഞു വരുന്ന ദൈവം ഹല്ലേലൂയ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. വചനത്തിന്റെ വാതിൽ ദൈവത്തിന് തുറന്നു കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കും. രാത്രികാലം ദൈവശബ്ദം കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഹല്ലേലൂയ ഒരാൾക്ക് ശബ്ദമർത്തി ആത്മാവ് നിറഞ്ഞ് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, കർത്താവേ, ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരുന്ന ഇടങ്ങളിലെല്ലാം നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു സ്നേഹിച്ചു അവിടുത്തെ ഉള്ളം കയ്യിൽ വഹിച്ചു കർത്താവേ. ഈ സന്ധ്യാസമയം കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് വചനം പഠിക്കുവാൻ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ സഹായിക്കുന്നു. ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. തുടക്കം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ. ദൈവദാസൻ അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ പറഞ്ഞല്ലോ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, പാട്ടുപാടിയ ദൈവദാസിയെ വചനവുമായി കടന്നു വരുന്ന ദൈവദാസനെ എല്ലാം കുടുംബമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൃപ കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, യാതൊരു കർത്താവേ ഇതൊരു വലിയ ദൈവമേ ഹല്ലേലൂയ കെടുതിയിലേക്കൊന്നും മാറുവാൻ എന്റെ ദൈവം സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളെ അതിനായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകലമാനവും മഹത്വവും പൂഴ്ചയും ബഹുമാനവും എല്ലാം അപ്പച്ചന് തരുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. ദൈവജനം വായിച്ചു തരികയും ഹല്ലേലൂയ കർത്താവിന് വിലപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള മക്കളെ പപ്പായും മമ്മിയെയും മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കർത്താവ് ദീർഘായുസ്യപ്പെടുത്തട്ടെ. പ്രയർ ലൈന് എത്ര അനുഗ്രഹീയമാക്കി ദൈവം നിർത്തിയിരിക്കുന്ന ഒരു ദോഷം വരാതെ പരിപാലിപ്പാൻ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രയറിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് ഈശ്വരമായിട്ട് അനുഗ്രഹിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്തിട്ട് പ്രയർ നടത്തുന്ന മക്കളെയും നിരന്തരമൊക്കെ പ്രാർത്ഥിക്കണം. പുതിയ കുടുംബങ്ങളൊക്കെ കടന്നു വന്ന് അനുഭവിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രികാലം ദൈവനെ ശുശ്രൂഷിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോമി ജോസഫ് ഹല്ലേലൂയ അത്ര അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഏത് നിലയിൽ കർത്താവിന് വിലപ്പെട്ട ദാസനെ കരങ്ങളെടുത്ത് ഹല്ലേലൂയ ഉപയോഗിക്കുന്നു അതനുസരിച്ച് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടിലും അതിനുമേറിയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എത്ര കേട്ടാലും കൊതിയും മതിയും തീരാത്ത എന്നും ലേറ്റസ്റ്റ് ആണ് ദൈവത്തിന്റെ വചനം. സ്തോത്രം. വചന ദൈവമാകുന്നു. നമുക്ക് കേൾപ്പാൻ യഹോവയുടെ വചനം ഹല്ലേലൂയ സ്തോത്രം. ഹൃദയത്തിന് ആനന്ദം, മനസ്സിന് സന്തോഷം, സൗഖ്യം, സകല സ്വർഗത്തിലെ ആത്മീയ ഭൗതികമായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും ദേശത്തിന്മേലും രാജ്യങ്ങളുടെ മേലും പകരുന്ന ദൈവം നമുക്ക് വളരെ ഭയഭക്തിയോടും പറയലോടും വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരായി നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ഹല്ലേലൂയ വളരെ പ്രാർത്ഥനയായിരിക്കാം. വചന സൂക്ഷിക്കായി കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോമി ജോസഫിനെ ഒഹായോ സിറ്റിയിൽ നിന്നും ഒക്ലഹോമ പ്രയറിലെ ആദരവോട് സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്ന വളരെ പ്രാർത്ഥനയായിരിക്കാം. ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കപ്പെട്ട പ്രയറിനെ കടന്നു വരുവാൻ കർത്താവിന്റെ വചനം പറയുവാൻ ഇളയ ദാസന് കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ എല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരന്മാർക്ക് പ്രത്യേകമായ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് അമ്മേൻ വളരെ അനുഗ്രഹമായി അഭിഷേക നിറവോടെ ലൈൻ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസൻ പ്രിയ
അനുകുജാവിനെയും ആമേൻ എൽസമാമയും കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തിന് പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവിനെ ശക്തമായി ഉപയോഗിക്കട്ടെ. ഈ കാലയളവിൽ വളരെ അനുഗ്രഹമായി ആമേൻ കർത്താവിന് പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ ലൈനിൽ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പ്രിയ സാക്രതനെയും ആമേൻ വിശിഷ്ടയും കുഞ്ഞുങ്ങളെയും മാതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ധാരാളമായി മാനിക്കുകയും അനേകർക്ക് ഈ പ്രയർലൈൻ ഒരു അനുഗ്രഹമായി തിരികെയും ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകമായി നന്ദി അവർക്കും അറിയിക്കുന്നു. ലൈലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ രാത്രി നമുക്ക് നല്ല പാട്ട്, ശക്തമായ പ്രാർത്ഥന ഒക്കെ ഹല്ലേലൂയ നമുക്ക് വീണ്ടും ലഭിക്കാനിടയായല്ലോ. കർത്താവിന്റെ ഒരു ദാസൻ വളരെ ശക്തമായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന എല്ലാ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇല്ലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒക്കലഹമായിൽ നടന്ന മരണം പ്രൈസ് ലോർഡ് പ്രിയ സിബി എബി ജൂബി അവരുടെ പ്രിയ മാതാവ് മണിമാമയുടെ വേർപാട് അതിൽ ഞങ്ങളും അറിയുവാനിടയായി. ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. പ്രിയ കുടുംബം ഞങ്ങളുമായി വളരെ പരിചയവും സഹകരണവും സ്നേഹവുമുള്ള കുടുംബമാണ്. സിനിയുടെ വീട് വെച്ചുച്ചിറയാണല്ലോ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആമേൻ. ഒരിക്കൽ ഞാനിങ്ങനെ നാട്ടിൽ കടന്നുപോയ സമയത്ത് വെച്ചുച്ചിറയിൽ നിന്ന് അമേരിക്കയ്ക്ക് വരുമ്പോൾ കർത്താവിന്റെ പ്രിയദാസൻ അമ്മണി മാമ തന്റെ ദാസി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഫ്ലൈറ്റിലാണ് കടന്നു വരുവാനിടയായി തീർന്നത്. ആ കാര്യം ചില വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഓർക്കുന്നു. പ്രിയ ദേവദാസി ആ ദേശത്തിനും സഭയ്ക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസി, വളരെ സാക്ഷ്യവും മാതൃകയും ദൈവസ്നേഹവും താഴ്മയും ആമേൻ ഉള്ള ഒരു ദൈവത്തിന്റെ വിലപ്പെട്ട ദാസിയാണ്. തന്റെ ദാസിയുടെ വേർപാട് ആ ഭവനത്തിന് തികച്ചും ദുഃഖവും വേർപാടിന്റെ ദുഃഖമുണ്ടെങ്കിലും ദൈവർക്ക് നൽകുന്ന പ്രത്യാശ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് കുടുംബത്തെ ആമേൻ ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ആമേൻ ഹല്ലേലൂയ നാട്ടിൽ കടന്നുപോയ പ്രൈസ് ലോർഡ് നാട്ടിൽ നിന്ന് അക്കരെ നാട്ടിലേക്ക് എത്തിയ പ്രിയ പ്രൈസ് ലോർഡ് കർത്താവിന്റെ ദാസൻ ഡാഡി ചക്കോപാഷന്റെ പിതാവ്. ഞങ്ങൾ ഒരു സെൻട്രലിലുള്ള സഭകളിലെ അംഗങ്ങളാണ്. പ്രിയ ദേവദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനായിരുന്നു. അദ്ദേഹം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുകയും ആ കുടുംബം ആ സെന്ററിനെ വളരെ അനുഗ്രഹമായി തീരുകയും ചെയ്യുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുള്ള കുടുംബമാണ്. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ചാക്കോച്ചാന്റെ വേർപാടിൽ പ്രിയ മക്കളെല്ലാവരും ദുഃഖിതരാണല്ലോ. അവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഡിറ്റി സിസ്റ്ററിനെ കർത്താവ് ബലപ്പെടുത്തട്ടെ. അവരും നാട്ടിലേക്ക് പോകാണെന്ന് കേട്ടു. ആ യാത്രകളിലൊക്കെ ദൈവം കൂടി ഇരിക്കട്ടെ. ഇവിടെയും അവിടെയുമായി പ്രിയപ്പെട്ടവരുടെ നല്ലൊരു സെൻഡ് ഓഫ് നൽകട്ടെ. എന്നാൽ അവിടെ ആത്മാക്കൾ അവർ പ്രിയം വെച്ച അപ്പന്റെ ഭവനത്തിലെത്തുവാൻ ഇടയായി തീർന്നിരിക്കുന്നു. അതോർത്ത് പ്രത്യാശയോടെ ആ ഭവനം കർത്താവിന്റെ ദിവ്യ സമാധാനത്തിൽ സകല ബുദ്ധിയും കവിയുന്ന സമാധാനത്തിൽ ഹല്ലേലൂയ മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർമാനമുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഭവനങ്ങൾക്ക് ദൈവം ആശ്വാസമായി കൂടിയിരിക്കുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക ആളുകളവിടെ ആമേൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധം വളരെ ആമേൻ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇസ്രായേലിന് നേരിട്ടിരിക്കുന്ന ആ പ്രതിസന്ധി, ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് ഹല്ലേലൂയ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇസ്രായേലിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ യുദ്ധങ്ങളുടെ ഒരു ആമേൻ വലിയ നിരയാണ്. ആ യുദ്ധങ്ങളുടെ നിര നമ്മൾ കണക്ക് കൂട്ടിയാൽ പോലും തീരാൻ കഴിയാത്ത രീതിയിലുള്ള യുദ്ധങ്ങളാണ് ഇസ്രായേലും മറ്റ് രാജ്യങ്ങളുമായി നടന്നിരിക്കുന്ന യുദ്ധങ്ങൾ. ഓരോ യുദ്ധങ്ങളിലും ഇസ്രായേലിനെ ദൈവം സഹായിച്ചു. എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആമേൻ ദൈവത്തോട് നിലവിളിച്ച് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ആമേൻ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് ദൈവം എപ്പോഴും വിജയം കൊടുക്കുമായിരുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് അവിടെയുള്ള പ്രിയപ്പെട്ടവർ ദൈവത്തോട് ഏറ്റവും അടുക്കുകയും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ ആ രാജ്യത്തിന് വിജയം കൊടുക്കുകയും പ്രത്യേകിച്ച് ഒരു യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ആമേൻ ചിന്തയിലല്ല നമുക്ക് യുദ്ധം അവസാനിപ്പിച്ച് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ദിവ്യ സമാധാനം ആ രാജ്യങ്ങളിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവഴുത്തുകളുടെ നിവൃത്തി അനുസരിച്ച് ബൈബിളിലെ പല പ്രവചനങ്ങളും നിറവേറത്തക്ക രീതിയിലുള്ള സംഭവങ്ങൾ ലോകത്ത് നടക്കും. പക്ഷെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്വം പ്രാർത്ഥിക്കുക,
സമാധാനപരമായ ഒരു അന്തരീക്ഷം കർത്താവ് ഒരുവോളം സൃഷ്ടിക്കപ്പെടുക. എന്നാൽ ഭയങ്കരമായ യുദ്ധങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇനിയും ലോകത്തിൽ നടക്കുവാനുണ്ട്. അതൊക്കെ നടക്കും. മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ഒരുക്കങ്ങൾ അത് വരും. എന്നാൽ പ്രൈസ് ലോർഡ്, ദൈവസഭയുടെ ഉൽപ്രാവണം, ദൈവസഭയുടെ എടുക്കപ്പെട്ടതിന് ശേഷം ഹല്ലേലൂയ, ഭയങ്കരമായ യുദ്ധങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുകയും ആ യുദ്ധങ്ങളിൽ മാനവരാശിയുടെ വളരെ ചെറിയൊരംശം മാത്രം ശേഷിച്ചുകൊണ്ട് അനേകർ മരിക്കുന്ന ഒരു കാലയളവ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് തിരുവചനം അല്ലെങ്കിൽ ബൈബിൾ രേഖപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടെയായിരിക്കാം. ഒരു കൂട്ടം വിശുദ്ധന്മാരെ ദൈവം ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജനമാണ്, എന്നാൽ അവര് ശ്രേഷ്ഠരായ ജനമാണ്. പക്ഷെങ്കിൽ പുതിയ നിയമ സഭ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പുതിയ ഉടമ്പടിയിലുള്ള ഇസ്രായേലാണ്, പുതിയ ഇസ്രായേലാണ് നമ്മൾ പഴയ ഇസ്രായേലിനേക്കാൾ ശ്രേഷ്ഠരാണ്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പഴയ ഇസ്രായേലിന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥ അണയ്ക്കുകയും അവരിൽ അനേകര് ഈ സമയത്ത് കർത്താവിനെ കണ്ടുമുട്ടുവാനും സാക്ഷാൽ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു അവരിൽ നിന്ന് തന്നെ ജനിച്ച് യഹൂദനായി പിറന്ന് ഹല്ലേലൂയ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവിലേക്ക്, ആ സുവിശേഷത്തിലേക്ക് അവർ വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് വളരെ പ്രത്യാശയോടെ ആയിരിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. ഈ രാത്രിയിൽ നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കാം. നമ്മുടെ പഠനം നമുക്ക് തുടരാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 16 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഈ അധ്യായം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാം അധ്യായം 16 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു? കേട്ടിട്ട് മത്സരിച്ചവർ മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നാരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു നല്ല വചനങ്ങൾക്കായി, അങ്ങയുടെ വിലപ്പെട്ട സാന്നിധ്യത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാസൻ, ഈ ലൈന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാസൻ കുടുംബം, പാട്ടുപാടിയ പ്രാർത്ഥിച്ച വചനം വായിച്ചിരുന്ന പ്രിയപ്പെട്ട ദാസിമാർ എല്ലാവർക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ലൈനിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ദുഃഖത്തിലിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. സകലബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം അവിടെയൊക്കെ നൽകണമേ. ഈ ലൈനിനെ അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങളെയും കർത്താവ് സഹായിക്കണം. എളിവനെ ബലപ്പെടുത്തണം. കുഞ്ഞാട് രക്തത്തിൽ മറയ്ക്കണം, രക്തത്താൽ കഴുകണമേ. പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിൽ കർത്താവ് ഈ വചനങ്ങൾ ചിന്തിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണം, മഹത്വം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് ദൈവം സ്വസ്ഥതയിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ കനാനിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ജനത്തിന്റെ, ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച, അതിനോട് ചേർന്ന് ചില ഭാഗങ്ങൾ കൂടെ ചിന്തിച്ച് നമ്മൾ ഈ അധ്യായം ഇന്നിവിടെ അവസാനിക്കുകയും വീണ്ടും നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുവാൻ വരുന്ന ക്ലാസ്സിൽ ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം. ഇസ്രായേല് ഹല്ലേലൂയ. നമ്മളിന്ന് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇസ്രായേലിനെ കുറിച്ച് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. ഇതൊരു ചെറിയ രാജ്യമാണ്. കേരളത്തിനേക്കാൾ ചെറിയൊരു രാജ്യം ലോകത്തിൽ വൻ ശക്തിയായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ ടെക്നോളജി, ഏറ്റവും കൂടുതൽ സയൻസ്, നോളജ്, അതുപോലെ തന്നെ ഹല്ലേലൂയ ശാസ്ത്രീയവും അതേ മറ്റെല്ലാ നിലകളിലും ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായ ഒരു പദവി നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല കൂട്ടം ശാസ്ത്രജ്ഞന്മാരും ഒരു നല്ല കൂട്ടം ലോകത്തിന് സംഭാവന ചെയ്ത കണ്ടുപിടുത്തങ്ങളും യഹൂദന്മാരിൽ നിന്ന് ഹല്ലേലൂയ കടന്നു വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ടെക്നോളജി അത് യഹൂദന്റെ ടെക്നോളജിയാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ ബുദ്ധി സാമർഥ്യമുള്ള ഒരു കൂട്ടം ജനമാണ്. പ്രത്യേകിച്ച്
ഇവർക്ക് ഈ ബുദ്ധിയും ജ്ഞാനവും ഈ കഴിവും ഈ പ്രാപ്തിയും ഈ ശക്തിയും ബലവും ഒക്കെ കൊടുത്തിരിക്കുന്ന ദൈവമാണ്. ചെറിയ ഒരു രാജ്യമാണെങ്കിലും ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ഒരു രാജ്യം. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ, ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സഹായം എന്ന് അപേക്ഷിക്കുകയും ഇസ്രായേൽ ജനം എന്ന് ദൈവത്തിലേക്ക് മടങ്ങി വരികയും ഇസ്രായേൽ ജനം എന്ന് ദൈവത്തിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ വീണ് നിലവിളിക്കുകയും ചെയ്യുമ്പോൾ കർത്താവരോട് ആമേൻ മനസ്സലിവ് കാട്ടിയിട്ടുണ്ട്. അവർക്ക് ശത്രുക്കൾ പലപ്പോഴും എഴുന്നേറ്റിട്ടുണ്ട്. ദൈവം ശത്രുക്കളെ അവരുടെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ശത്രുക്കൾ എഴുന്നേക്കാൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അവർ ദൈവത്തോട് നിലവിളിക്കുവാനും ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും ശത്രുവിന്റെ കടന്നാക്രമണം ദൈവം അത് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും ആമേൻ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നടക്കുന്ന ആമേൻ യുദ്ധങ്ങളും ശത്രുക്കളുടെ ആക്രമണങ്ങളും ഉപദ്രവങ്ങളും എതിരുകളും പോരുകളും വെല്ലുവിളികളും യുദ്ധങ്ങളൊക്കെ ആമേൻ അവർ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ആമേൻ ഹല്ലേലൂയ ദൈവത്തോട് അടുത്തു വരുവാനുള്ള ഒരു വഴിത്താരയാണ് അവർക്ക് ദൈവം ഒരുക്കി കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമ ഇസ്രായേലായി നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്നും യുദ്ധങ്ങളുണ്ട്. നമുക്കുള്ള യുദ്ധങ്ങൾ ആത്മീയ യുദ്ധങ്ങളാണ്. അവർക്ക് ആമേൻ എന്താണ് എർത്തിലി ഈ ഭൗമികമായ യുദ്ധം വരുമ്പോൾ ആത്മീയ യുദ്ധം അവർക്കുണ്ടെങ്കിലും അവരുടെ യുദ്ധം ഭൗമികമായ യുദ്ധമാണ്. അവരുടെ ആയുധങ്ങൾ ഭൗമികമായ ആയുധങ്ങളാണ്. അവർക്ക് പ്രാർത്ഥനയുണ്ട്. അവർക്ക് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കുവാൻ പലതുമുണ്ടെങ്കിലും അവരുടെ യുദ്ധത്തിന് അവർ ഒരുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വെപ്പൺസുകളും മിസൈലുകളും ഒക്കെയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ആത്മീയ ഇസ്രായേലായ നമ്മളുടെ യുദ്ധം എന്ന് പറയുന്നത് കോട്ടകളെ ഇടിപ്പാൻ കഴിയുന്ന ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളാണ്. ദൈവത്തിന്റെ സർവായുധവർക്കമാണ്. പരിശുദ്ധാത്മാവിനും അവിടുത്തെ അതിന്റെ അമിതബലത്തിലും അവിടുത്തെ അമിതബലത്തിലും നിറഞ്ഞു നിൽക്കുന്നവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. യുദ്ധത്തിനായി അരയ്ക്ക് ദൈവം ശക്തി കെട്ടിരിക്കുകയാണ്. കൈകളെയും വിരലുകളെയും ഒക്കെ ദൈവം അഭ്യസിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ, ആരാധിപ്പാൻ, ഉപവസിക്കുവാൻ ദൈവം പഠിപ്പിക്കുകയാണ്. നമ്മളുടെ യുദ്ധം ആത്മീയ യുദ്ധമാണ് മെയിനായിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരുടെ യുദ്ധം കരയുദ്ധവും നമ്മുടെ യുദ്ധം ആത്മീയ യുദ്ധവുമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവജനങ്ങളാകുന്ന നമ്മൾ പുതിയ നിയമ ഇസ്രായേൽ ആയിരിക്കുകയാണ്. നമ്മൾ ആമേൻ പഴയ നിയമ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്കൊരു വലിയ കടപ്പാട് തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മധ്യസ്ഥ നയിക്കുവാൻ, അവിടെ കണ്ണുകളെ തുറക്കുവാൻ. തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ച ജനത്തിന് പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ ആമേൻ ഭീകരമായ അന്തരീക്ഷങ്ങൾ ആമേൻ അതിന്റെ സാഹചര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും യേശുക്രിസ്തുവിന്റെ കാലയളവിന് ശേഷം കർത്താവിനെ ക്രൂശിച്ച് ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വീഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും ആമേൻ കരുണയും ദയയും മനസ്സലിവും കാണിക്കാതെ ക്രൂരമായി ക്രൂശിക്കുവാൻ ഏൽപ്പിച്ച് ക്രൂശിൽ തറച്ചു കൊന്ന ആ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിൽ തറച്ചു കൊന്ന ഒരു ഗ്രൂപ്പാണ് യഹൂദ ജനമെന്ന് പറയുന്നത്. എന്നാൽ അവരുടെ ഇടയിൽ തന്നെ ദൈവം കണ്ണുകൾ തുറന്ന് അന്ധത മാറ്റി ആത്മീയമായി അവിടെ കണ്ണുകളെ തുറന്നുകൊണ്ട് ദൈവം അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നും പല ആമേൻ ആളുകളും ഇസ്രായേലിൽ കർത്താവിനെ പ്രസംഗിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലിൽ നിന്നുള്ള അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്നുള്ള പുതിയ നിയമ ശുശ്രൂഷകർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെയുള്ള യഹൂദന്മാര് പലരും ഗ്ലോറി ടു ഗാഡ് അവര് കർത്താവിനെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടം യഹൂദന്മാരുടെ ഹൃദയ കണ്ണുകളെ തുറന്ന് ദൈവത്തിന്റെ വിളിയാലുള്ള ആശ മനസ്സിലാക്കി അവിടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചുകൊണ്ട് കർത്താവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങള് പാർക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഗരാജ് ഓപ്പണർ അതിനൊരു ചെറിയ ആവശ്യം, അതിന്റെ ഒരു പുതിയൊരെണ്ണം വാങ്ങുവാൻ അതിന്റെ റിമോട്ട് ഒന്ന് മാറുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് ഒരു ടെക്നീഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തതാണ്. വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ഒരു ചെറുപ്പക്കാരനാണ്, ഒരു 10-35 വയസ്സ് 40 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹം അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്റെ പേര് ലെവി. ലെവി എന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ സംസാരിച്ചു. അപ്പോൾ നീ ഏത് ചർച്ചിലാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാനൊരു യഹൂദനാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശനിയാഴ്ചയാണ് അവിടെ വാർ ആരംഭിച്ചത്. എന്നാൽ ഞായറാഴ്ചയാണ് ഈ ചെറുപ്പക്കാരൻ അവിടെ വന്നത്, ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ഞങ്ങളിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ മനസ്സ് ആകെപ്പാടെ തകർന്നിരിക്കുകയാണ്. എന്റെ പേരൻസ് ഉണ്ട്, എന്റെ സഹോദരങ്ങൾ അവിടെ ഉണ്ട്. ആമേൻ. ഭയങ്കരമായ സംഭവം നടക്കുകയാണ്. അവരെ വിളിച്ചു. അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ പറയുന്നത്.
എന്നൊക്കെ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ പട്ടാളത്തിലായിരുന്നു, ഞാൻ ഇത്ര വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു, അതിനുശേഷം ആമേൻ അവിടുത്തെ ആ ജോലി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞ് ഞാൻ ഈ രാജ്യത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ പേരൻസിനോടും എൻ്റെ സഹോദരങ്ങളോടൊക്കെ ഇവിടെ വരുവാൻ ഞാൻ പറയുന്നുണ്ട്, ഇവിടെ സമാധാനമുള്ളൊരു രാജ്യമാണ്, ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ യഹൂദന്മാർ ആമേൻ ഹല്ലേലൂയ അവിടെ പാർക്കുന്ന യഹൂദന്മാർക്ക് വളരെ പ്രതിസന്ധികൾ നേരിടുകയാണ്. നമ്മളായിരിക്കുന്ന ഈ രാജ്യത്ത് ധാരാളം ആളുകളുണ്ട്. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരവരുടെ രാജ്യത്തിലേക്ക് ഒഴുകി അവിടെ എത്തി. അവർക്കൊരു സമയത്ത് ദൈവം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ യഹൂദന് ഇസ്രായേലിന് അവിടെ സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ വളരെ സന്തോഷകരമായി പ്രതികൂല പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അവിടെ രാജ്യത്തിൽ പാർത്തുകൊണ്ട് മിശിഹയുടെ വരവിന് വേണ്ടിയും അവിടെ ഒരു ആരാധനാലയം പണിത് കെട്ടിപ്പൊക്കി അവിടെ ആരാധന നടത്തണം എന്നുള്ള മനോഹരമായ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാർ അവിടേക്ക് ഓടി കുടിയേറി പാർക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ദേശത്തേക്ക് പലയിടങ്ങളിൽ ചെതറിപ്പോയ യഹൂദന്മാർ തലമുറയായി പല രാജ്യങ്ങളിൽ ചെതറക്കിടക്കുന്നവർ അവിടേക്ക് ഓടിയെത്തുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമാധാനത്തിന്റെ സകല കവാടങ്ങളും അടയുന്ന രീതിയിൽ യുദ്ധങ്ങൾ പുറപ്പെടുന്നതും നിരന്തരമായ ആക്രമണം അവർക്ക് നേരെ ഉണ്ടാകുന്നതും. ദൈവത്തിന് സ്തോത്രം. ഈ പശ്ചാത്തലമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ നമ്മളിവിടെ വായിച്ച ഈ ഭാഗമെന്ന് പറയുന്നത് പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രത്തെയാണ് നമുക്ക് ഈ എബ്രായ ലേഖനത്തിൽ ഈ ഭാഗത്ത് ഇനി 4-ാം അധ്യായത്തിൽ അവരെ കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത്, അന്ന് ദൈവം ഈജിപ്തിൽ നിന്ന് ഈ ജനത്തെ വിടിവിച്ച് കൊണ്ടുവന്നത് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ ചില സമയങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് സ്വസ്ഥത കൊടുക്കുക, അവരെ ഒരല്പസമയത്തേക്ക് ഒരു നിശ്ചിത സമയത്തേക്ക് അവരെ ഒന്ന് വേർപെടുത്തി മിസ്രൈമിൽ നിന്ന് ചെങ്കടൽ കടത്തി മരുഭൂമിയിലാക്കി, മരുഭൂമിയിൽ നിന്ന് അവരെ ഒന്ന് ചെത്തി വെടിപ്പാക്കി അവരെ സ്വസ്ഥതയുടെ നാടായ കനാനിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പ്ലാന്. പക്ഷെങ്കിൽ ദൈവം അത് ആഗ്രഹിക്കുന്നെങ്കിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട തനിച്ച് പാർക്കേണ്ട, വേർപെട്ട് ജീവിക്കേണ്ട ഒരു ജനമായി അവര് ദൈവത്തിന്റെ സാക്ഷ്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ വിട്ടയക്കുക എന്ന് ഫറവോനോട് പറയുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം ഈ ജനം ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കുകയും അവിടെ മിസ്രൈമ്യ ഹൃദയം മാറി ഒരു പുതിയ അനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു ദൈവം ഒന്നുമില്ലാത്ത മരുഭൂമിയിൽ അവരെ കൊണ്ടുവന്നതിന്റെ സാരമെന്ന് പറയുന്നത്. പക്ഷേ ഈ മരുഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ഹൃദയത്തിനൊരു മാറ്റമുണ്ടായില്ല. ദൈവം അവർക്ക് പരിച്ഛേദന നിയമിച്ചെങ്കിലും അവിടെ ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടായില്ല. നമുക്കിവിടെ കാണുന്നത് അവർ പല നിലകൾ കൂടെ ദൈവത്തിന് വേദന ഉണ്ടാക്കി, ദൈവത്തെ ദുഃഖിപ്പിച്ചു, ദൈവത്തിന്റെ ഹൃദയത്തിന് പ്രയാസം തോന്നിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് തിരുവചന അടിസ്ഥാനത്തിൽ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് കാണുന്നത്? ഞാൻ അമ്മാമയെ കൊണ്ട് ചില വാക്യങ്ങൾ വായിപ്പിക്കാൻ കാരണം ഞാൻ തന്നെ പറഞ്ഞു പോയാൽ ഒക്കത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വായിക്കാം. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതിന്റെ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പെട്ടെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 10-ന്റെ വാക്യങ്ങൾ 10-ന്റെ 1 മുതൽ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോട് അത് റോമാലേഖന സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്.
അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തു സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നാം പിറുപിറുക്കുകയും അരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു അമ്മ. ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടും ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ കൊണ്ടുപോയതും അവർ ചെങ്കടൽ കടന്നതും ആത്മീയാഹാരം ഭക്ഷിച്ചതും ആത്മീയ പാനീയം കുടിച്ചതും ക്രിസ്തുവാകുന്ന പാറയെ അനുഗമിച്ചതുമായ ഒരു ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആമേൻ. കാരണം എന്താണ്? ദുർമോഹം, വിഗ്രഹാരാധന, പരീക്ഷ, പെറുവെറുപ്പ്, ആമേൻ, പരസംഗം, ഇങ്ങനെയുള്ള തെറ്റുകൾ, പാപങ്ങൾ അവരെ കടന്നാക്രമിച്ച് അവരതിനെ കീഴ്പ്പെട്ട് അവരതിൽ ആമേൻ ഹല്ലേലൂയ വീണു പോകുവാനിടയായി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ ദൈവം എന്ത് ചെയ്തില്ല? ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അവർ മരുഭൂമിയിൽ വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം നിൽക്കുന്നവർ താഴേക്ക് വീഴുകയായിരുന്നില്ല. അവരുടെ അതിക്രമങ്ങൾ മൂലം, ആമേൻ, അകൃത്യങ്ങൾ മൂലം, അവരുടെ പാപങ്ങൾ മൂലം ദൈവം അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവരെ ഉപേക്ഷിക്കുകയാണ്, തള്ളിയിട്ട് കളയുകയാണ്. എന്നാൽ എബ്രായ ലേഖനത്തിലേക്ക് നമ്മളിവിടെ വായിച്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണാം എന്താണ്? മത്സരിച്ചവർ 3-ാം അധ്യായം 16 തൊട്ടുള്ള വാക്യങ്ങൾ. മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടവർ എല്ലാവരും 40 ആണ്ട് ആരോട് ക്രുതിച്ചു. ദൈവത്തിന് അവരോട് ക്രോധമുണ്ടായി. അവർക്കുണ്ടായിരുന്ന കുറ്റം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഇവിടെ പറയുന്നത് മത്സരം. ആമേൻ. ദൈവം അവരോട് ക്രുതിച്ചു, പാപം ചെയ്തവരോട്. അവരുടെ പാപത്തെക്കുറിച്ച് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചു. അവിടെ ശരീരം മരുഭൂമിയിൽ വീണുപോയി. അത് ദൈവം അവരെ കൈവിടുകയായിരുന്നു. അവർ എന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കില്ലെന്ന് ആണയിട്ടത് അനുസരണം കേട്ടോടല്ലാതെ പിന്നെ ആരോടാകുന്നു പറഞ്ഞത്. അപ്പോൾ അവർക്ക് എന്തുണ്ടായിരുന്നു? മത്സരമുണ്ടായിരുന്നു, അവർക്ക് അനുസരണക്കേടുണ്ടായിരുന്നു. അടുത്തത് ഇങ്ങനെ അവിശ്വാസം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അടുത്തത് അവരുടെ കുറ്റം അവിശ്വാസം. അപ്പോൾ ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ആമേൻ, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അങ്ങനെ പറയുമ്പോൾ ഇവിടെ ആമേൻ ഇവിടെ പറയുന്നത് എന്താണ്? മത്സരം, അനുസരണക്കേട്, അവിശ്വാസം എന്ന 3 പ്രധാനപ്പെട്ട പാപം. ഈ പാപത്തിന്റെ പര്യായങ്ങളായി, ഇതിന്റെ ശാഖകളായിട്ടാണ് ആമേൻ നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ച ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ഇതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ദൈവം ഇവരെ നടത്തിയത്, ദൈവത്തിന് ഇത്ര ദിവസങ്ങൾ കൊണ്ട് 3-11 ദിവസങ്ങൾ കൊണ്ട് ഇവരെ അവിടെ എത്തിക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷെങ്കിൽ ഇവരെ മരുഭൂമിയിൽ 40 വർഷം ദൈവം അവരെ ദീർഘമായ വർഷങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തത് ഇവരുടെ ഹൃദയത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് ഇവർക്ക് എന്നൊരു രൂപാന്തരം വരുമെന്ന് ആഗ്രഹിച്ച് ദൈവം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവരിൽ അനേകർ ഈ സമയത്തിനുള്ളിൽ പാപം ചെയ്ത് മരുഭൂമിയിൽ ഇങ്ങനെ പട്ടുപോവുകയാണ്. അവിടെ ശരീരങ്ങൾ മരുഭൂമിയിൽ അടക്കം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇത് ഇസ്രായേലിന്റെ ചരിത്രമാണ്. അവർ പട്ടുപോവുകയാണ്. ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർ മരുഭൂമിയിൽ കിടക്കുക എന്നുള്ളതല്ല. ചെങ്കൽ കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്നു അവരെ മിനുക്കി ചെത്തി വെടിപ്പാക്കി അവരെ വെട്ടിച്ചെത്തി വെടിപ്പാക്കിക്കൊണ്ട് കനാലിലെ മനോഹരമായ പാലും തേഴും ഒഴുകുന്ന ആ ദേശത്തേക്ക് ദൈവം കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശത്ത് അവരെ കൊണ്ടയാക്കി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ അവിടെ സുഖകരമായ ഒരു സ്വസ്ഥതയുടെ ജീവിതം കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. അവിടെ ആരൊക്കെയുണ്ട്? കനാന്യ രാജാക്കന്മാരുണ്ട്. അവിടെ ആരൊക്കെയുണ്ട്? അനാക്യ മല്ലന്മാരുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെ സ്വസ്ഥതയുണ്ടാകും? ദൈവം അവരെയൊക്കെ തുരത്തിക്കൊണ്ട് അവരെയൊക്കെ ഓടിച്ചു കളഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ ആക്രമണത്തെ ഇല്ലാതാക്കത്തക്ക വിധത്തിൽ ദൈവം അവർക്ക് സ്വസ്ഥത കൊടുക്കുമ്പോൾ ഈ ശത്രു രാജാക്കന്മാരെയും ഈ അനാക്യൻ മല്ലന്മാരെയും തുരത്തിക്കളഞ്ഞുകൊണ്ട് അവർക്ക് ദൈവം തീമതിലിട്ട് വേലിയിട്ട് അവർക്ക് ചുറ്റും പരിചയമായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ ഭദ്രമായ ചിറകുകളിൽ അവരെ സൂക്ഷിച്ച് അവരെ പാർപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചത്? അതിൽ മിക്ക പേരോടും ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ദൈവത്തെ അവർ സ്നേഹിച്ചില്ല. അവിടെ ഹൃദയം ദൈവത്തിന് കൊടുത്തില്ല. അവിടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവർ അന്യ ദൈവങ്ങളിലേക്ക് പോയി. അവർ വഴിയിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട മോശയോടുകൂടെ ദൈവത്തിന്റെ ശുശ്രൂഷകനായി നിലകൊള്ളേണ്ട അഹറോൻ ഇതാ കാളക്കുട്ടി ഉണ്ടാക്കി. ഈ ചരിത്രം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. വിഗ്രഹങ്ങളിലേക്ക് ജനം പോയി, അന്യ ദൈവങ്ങളിലേക്ക് പോയി. മിസ്രൈമിലെ ഭക്ഷണം, ഇറച്ചിക്കലങ്ങൾ,
ഇതൊക്കെ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നങ്ങളായിരുന്നു. ദൈവത്തെ ആരാധിക്കുക, അതിനുവേണ്ടി ഞങ്ങളെ കൊണ്ടുവന്നു. ദൈവത്തെ സ്നേഹിക്കുക, ഞങ്ങൾക്കൊരു കനാനുണ്ട്, അവിടെ സ്വസ്ഥതയുണ്ട് എന്നുള്ളത് അവരെന്ത് ചെയ്തില്ല, അവർ മനസ്സിലാക്കിയില്ല. പുറത്തേക്ക് അവർ പുറകിലേക്ക് നോക്കി. ലോത്തിന്റെ ഭാര്യ നോക്കിയതുപോലെ അവർ പുറകിലേക്ക് നോക്കി. അവിടെ ഉള്ളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അടിമവേല ചെയ്ത് കഠിനമായ ക്രൂരമായ പീഡ അനുഭവിച്ച് കിടന്ന മിസ്രൈമിലെ പലഹാരങ്ങളും ഭക്ഷണങ്ങളും അവിടുത്തെ ജീവിതശൈലികളും അവിടുത്തെ ജനവുമായി ഇടപഴകി സമ്മിശ്രത ജാതിയോടുകൂടെ കിടന്ന് പാപത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ സുഖഭോഗങ്ങളിൽ ലയിച്ചു കിടക്കുവാൻ ആഗ്രഹിച്ച് എത്രയായിരുന്നെങ്കിലും അവിടെ മതിയായിരുന്നുവെന്ന് ചിന്തിക്കുന്ന ജനമാണ് ഈ മരുഭൂമിയിൽ ആയിരിക്കുന്നത്. ദൈവമക്കളെ, ഇത് നമ്മളുടെ ഒരു പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് ദൈവം കാണിക്കുകയാണ്. നമ്മളൊക്കെ ഈ ലോകത്തിലായിരുന്നു, എന്നാൽ ദൈവം നമ്മളെ മരുഭൂമിയിൽ കൊണ്ടുവന്നതുപോലെ നമ്മളെ രക്ഷയുടെ അനുഭവത്തിലും സ്നാനത്തിലൂടെ ഹല്ലേലൂയ നമ്മളെ ദൈവം ഒരു മരുഭൂമി പോലെ വിശുദ്ധിയുടെയും വേർപാടിന്റെയും ഒരു തലത്തിലേക്ക് ദൈവം മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്ത ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്ന പാപങ്ങൾ പോലെ ജഡത്തിന്റെ അഭിലാഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയമാണ് നമ്മുടേതെങ്കിൽ ദൈവത്തിന് ഇവിടെ നമ്മളെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം ഹൃദയത്തിൽ തന്നിട്ട് ആത്മനിറവും ആത്മഫലവും ആത്മവരവുമുള്ളവരാക്കി ആത്മഫലത്തിൽ ജീവിപ്പാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമ ഇസ്രായേലിന് സംഭവിച്ച ചരിത്ര സംഭവം നമുക്കൊരു നിദാനമായി, ഇത് നമുക്കൊരു ഉദാഹരണമായി ദൈവം തന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? പുതിയ നിയമ ഇസ്രായേലായ നാം പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ ഇതാ പൗലോസിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരച്ചു കാണിക്കുമ്പോൾ അത് നമുക്ക് പഠിച്ചിട്ട് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പാപങ്ങളും വീഴ്ചകളും അത് നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, വിശുദ്ധിയിലും വേർപാടിലും ആരാധിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരിക്കലും മിസ്രൈമിൽ കടന്നുകൊണ്ട് അവർക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല. രക്തം അവരുടെ വീടുകളിൽ ഒരടയാളമായി വന്നെങ്കിലും ആ രക്തത്തോടുകൂടെ ഒരു വീണ്ടെടുപ്പ് ആരംഭിച്ച് അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടൽ കടർത്തി മരുഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് തന്ന് നമ്മളെ രക്ഷിച്ച് നമ്മളെ സ്നാനപ്പെടുത്തി ഹല്ലേലൂയ മരുഭൂമിയാകുന്ന വിശുദ്ധിയുടെയും വേർപാടിന്റെയും സ്ഥലത്ത് നമ്മളെ കൊണ്ടുവരുമ്പോൾ ഇനി നമ്മുടെ ഹൃദയം ലോകത്തിലേക്ക് ഓടിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം അതാണെങ്കിൽ പുതിയ നിയമ ഇസ്രായേലിന് ആ ചരിത്രം കാണുമ്പോൾ ഒരു മടങ്ങിവരവും ഒരു മാനസാന്തരവും ഒരു പുതിയ ജീവിതവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർക്കണം, ഹല്ലേലൂയ, അനുസരണക്കേട് പാടില്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിശ്വാസം പാടില്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മത്സരം പാടില്ല. ഇത് പരാജയത്തിന്റെ വലിയ ഹല്ലേലൂയ ഹല്ലേലൂയ വഴികളാണ്, പരാജയപ്പെടുവാനുള്ള വഴികൾ. ഇന്ന് രാത്രിയിൽ ഒരു ദൈവമതന്റെ ജീവിതത്തിൽ, ദൈവത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവമതന്റെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അലഞ്ഞു നടക്കുകയാണ്. ഈ 40 വർഷം അലഞ്ഞു നടന്ന ഇസ്രായേൽ ജനത്തിന്റെ നല്ലൊരു പങ്കും ഓരോ വർഷങ്ങളിലും ഇങ്ങനെ പൊഴിഞ്ഞു പൊക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ചരിത്രം. യോശുവയും കാലേബും അക്കരെ നാട്ടിലെത്തി. 20 വയസ്സും താഴെയുള്ള ഇസ്രായേലിൽ ജനിച്ച കുഞ്ഞുങ്ങൾ, വളർന്നവർ, അവരും അക്കരെ നാട്ടിലെത്തി. ഇനി ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? 20 വർഷക്കാലം, ആദ്യത്തെ 20 വർഷക്കാലം കുഞ്ഞുങ്ങൾ ജനിച്ചില്ലയോ? പ്രൈസ് ദി ലോർഡ്. അവിടെ അവർക്ക് കുട്ടികൾ ഉണ്ടായില്ലയോ? അവർക്ക് തലമുറകൾ ഉണ്ടായില്ലയോ? ഉണ്ടായി. പിന്നെ എന്തുകൊണ്ട് ആദ്യത്തെ 20 വർഷത്തോളം കാലയളവിൽ അവിടെ ജനിച്ച അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അവിടെ പ്രവേശിപ്പാൻ കഴിയാഞ്ഞത് എന്തു പറ്റി? എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ജനിച്ചവർ അവരുടെ പേരൻസിന്റെയും അവരുടെ വലിയ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ ജീവിതം കണ്ട് അത് പഠിച്ച് അത് തുടർന്ന് അവരും പാപം ചെയ്ത് വഴിയിൽ പട്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു കൂട്ടം 20 വയസ്സും താഴെയുള്ളതിനെ ദൈവത്തിന്റെ കൃപയാൽ പ്രിസർവ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. ദൈവം അനുവദിച്ചിട്ട് കനാനിലേക്ക് ദൈവം കടത്തുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മളെ ദൈവം ഹല്ലേലൂയ മരുഭൂമിയിൽ ജനിച്ചതുപോലെ നമ്മൾ ഈ ലോകത്തിലാരും നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ഒരു പുതിയ ലോകത്തിലേക്ക് ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് മരുഭൂമിയിൽ ജനിച്ച ആ കുഞ്ഞുങ്ങളും കാലേബും ജോഷുവയും മാത്രം കടന്നുവെങ്കിൽ ഇന്ന് ഒരു കാര്യം ഓർക്കണം.
ദൈവത്തിന് സ്തോത്രം. അന്നത്തെ യോശുവയോ അന്നത്തെ കാലമോ ഇന്ന് ജീവിച്ചിരിപ്പില്ല. വിശ്വാസത്തിലെ നായകനെ പൂർത്തി വരുത്തുന്നതുമായ യേശു നമുക്ക് മുമ്പായി ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി എന്താണ്? പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ ജനിച്ച 20 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അവിടെ വളർന്നവരും അല്ലാത്തവരും അവിടെ എത്തിയെങ്കിൽ, ദൈവമക്കളെ, ഈ ലോകത്തിലായിരിക്കുന്ന നമ്മൾ, മരുഭൂമിക്ക് സമാനമായ ഒരു ജീവിതം നയിക്കുന്ന നമ്മൾ, വീണ്ടും ജനിച്ച നമ്മൾ, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായ നമ്മൾ, നമുക്ക് മാത്രമേ കർത്താവിനോടുകൂടെ, നമ്മുടെ നായകനായി ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച കർത്താവിനോടുകൂടെ ആ സ്ഥലത്ത് എത്തുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിൽ നിന്ന് കടന്നു വന്ന മിസ്രൈമിയ ഹൃദയമുള്ള ആ മിസ്രൈമ്യർക്കാർക്കും കനാനിലെത്തുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം കൊടുത്ത ശിശുഹൃദയം പോലെയുള്ള 20 വയസ്സും താഴെയുള്ള ആ പ്രിയപ്പെട്ടവർ കൊടുത്ത ഹൃദയവും, യോശുവയും കാലേബും അവർക്ക് പ്രായമുണ്ടായിരുന്നെങ്കിലും ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൽ ആശ്രയം വെച്ച് വിശ്വാസത്തിൽ ഉറപ്പോടെ നിന്ന ആ 2 പ്രിയപ്പെട്ടവർക്കും കനാനിൽ എത്തുവാൻ കഴിഞ്ഞു. ഇന്ന് ദൈവമക്കളെ, അവർക്ക് വഴികാട്ടിയായി ഒരു യോശുവയും കാലേബും നിന്നതുപോലെ ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമുക്ക് വഴികാട്ടിയായി, അത് ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിഴലായി നമുക്ക് യോശുവയും കാലേബിനെ കാണുവാൻ കഴിയും. നിഴലായി ക്രിസ്തുവും പരിശുദ്ധാത്മാവും നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ഹൃദയവും മനസ്സുമുള്ളവരായി അന്ന് പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിന്റെ മനസ്സും ഹൃദയവും ആത്മാവും ഉള്ളവരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാവർക്കും കർത്താവ് വരുമ്പോൾ പോകാൻ പറ്റത്തില്ല. ഇന്നവിടെ ഇസ്രായേലിൽ നടക്കുന്ന ആക്രമണങ്ങളും യുദ്ധങ്ങളൊക്കെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണെന്ന് ഒരു ഭാഗത്ത് സകല വനിതന്മാരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരിക്കാം, അത് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. ലോകത്തിൽ സംഭവങ്ങൾ മുഴുവൻ ഇങ്ങനെ അരങ്ങേറി അത് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ജനമായ നമ്മൾ, പ്രൈസ് ദി ലോർഡ്, അക്കരെ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ പല പ്രിയപ്പെട്ടവരും മുമ്പേ മരണം വഴിയായി ഈ ലോകം വിട്ടു പോവുകയാണ്. ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് ഈ ദൂത് എന്തിനെ വിളിച്ചറിയിക്കുന്നെന്നറിയാമോ? ഹല്ലേലൂയ. മരുഭൂമിയിൽ മിസ്രൈമ്യ സ്വഭാവമില്ലാത്ത, മിസ്രൈമ്യ താല്പര്യമില്ലാത്ത ഒരു ചെറിയ കൂട്ടം ജനം, ഹല്ലേലൂയ, ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചതുപോലെ ലോകത്തിൽ ഇന്ന് ദൈവം തന്റേതായ ഒരു ജനത്തെ വേർപെടുത്തി വീണ്ടും ജനിപ്പിച്ച് പുതിയ സൃഷ്ടികളാക്കി, ക്രിസ്തുവിന്റെ മക്കളാക്കി, സ്വർഗത്തിൽ പേരെഴുതി ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ഒരു സഭയെന്ന ദേവാലയത്തെ ദൈവം ഉണ്ടാക്കി. ദൈവത്തിന്റെ ആത്മീയ സൗധമായ ദൈവസഭ ഇവിടെ നിന്ന് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും പോലെ കർത്താവിന്റെ വരവെങ്കിൽ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ എബ്രായ ലേഖന കർത്താവ് പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം എഴുതുന്നത് അവർക്കായിട്ടല്ല. അവരെല്ലാം മണ്ണിൽ ലയിച്ചു ചേർന്നു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം മണ്ണിൽ ലയിച്ചു ചേർന്നു. എന്നാൽ ഇന്ന് ഈ കാലയളവിൽ ഈ ലേഖനം എഴുതിയ ആ കാലയളവ് തൊട്ട് പഠിച്ചും വായിച്ചും ധ്യാനിച്ചും ഗ്രഹിച്ചും അറിഞ്ഞും അനുസരിച്ചും പോന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി, ദൈവത്തിന് സ്തോത്രം, ദൈവജനത്തിന് വേണ്ടി എഴുതി വച്ചിരിക്കുന്നതാണിത്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു സ്വസ്ഥത, നമുക്കൊരു ശബ്ദാനുഭവം ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് സ്തോത്രം, മത്സരം പാടില്ല, അനുസരണക്കേട് പാടില്ല, അവിശ്വാസം പാടില്ല. ദൈവത്തെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുക. നമ്മുടെ കർത്താവ് വരാറായി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ രാത്രിയിലെ കാനഡയിലുള്ള ഒരു പ്രയർ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു മെസ്സേജ് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ യുദ്ധം കേട്ടിട്ട് ഒരുങ്ങി എന്നുള്ളതല്ല, എന്തെങ്കിലും സംഭവം കണ്ടിട്ട് ഒരുങ്ങി എന്നുള്ളതല്ല. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. ചിലപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ കർത്താവിന്റെ വരവിന്റെ സമയമാണെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനെയൊക്കെ കാം ഡൗൺ ചെയ്ത്, ഇതൊക്കെ ശാന്തമാക്കി, ഒന്നുമില്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ, ഒരു ലക്ഷണവുമില്ലാത്തൊരു അവസരത്തിൽ, അസമയം, പ്രൈസ് ദി ലോർഡ്, കർത്താവ് വന്നാൽ ആർ യു റെഡി? നമ്മൾ പോകാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് മരുഭൂമിയിൽ പട്ടുപോയ, അല്ലെങ്കിൽ ഇറക്കിക്കൊണ്ടുവന്നിട്ട് മരുഭൂമിയിൽ പട്ടുപോയ ഇസ്രായേലിനെ പോലെ കർത്താവ് വരുമ്പോൾ ഒരു ഭാഗം വിശ്വാസത്തിൽ വന്നിട്ട് കൈവിടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ഇഷ്ടം എല്ലാവരും രക്ഷ പ്രാപിക്കണം. എല്ലാവരും, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണം.
ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത്, തന്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് അവിടുത്തെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അത് യഹൂദനെ അല്ല, യവനെ അല്ല, ജാതിയല്ല, ജാതികൾ, വംശങ്ങൾ, ഗോത്രങ്ങൾ, ഭാഷകൾ എണ്ണിക്കൂടാത്ത ഒരു വലിയ പുരുഷാരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടുത്തെ പുത്രനെ ഭൂമിയിൽ സംഭാവനയായി നൽകി ലോകത്തിലുള്ള സകല മാനവരാശിയുടെ വീണ്ടെടുപ്പിന് ഏകരക്ഷിതാവായി, ഏക കാരണഭൂതനായി സ്വർഗത്തിലെ മണിമകുടമായ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ജനങ്ങൾക്ക് സംഭാവന ചെയ്തെങ്കിൽ, അന്നൊരു ഇസ്രായേലിന് സ്വസ്ഥത ദൈവം ഒരുക്കിയെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്നും കനാനിൽ പ്രവേശിക്കുവാനുള്ള ചിന്ത ദൈവം കരുതിയില്ല. എന്നാൽ ഇന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും ദൈവം രക്ഷിക്കപ്പെടുവാൻ ഉള്ള ഭാഗ്യപദവി ഒരുക്കിയിട്ടുണ്ട്, എല്ലാവരും രക്ഷ പ്രാപിക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുക. ലോകം മുഴുവനുള്ള മനുഷ്യരെ രക്ഷിക്കുവാനാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് വിടുവിച്ചു കൊണ്ടുവന്നു. നമ്മൾ ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുന്നത് കേട്ട് വായിച്ച് അറിഞ്ഞ് കേട്ട് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ തള്ളിക്കളയുവാനല്ല. എന്നെ ഒരു പുതിയ ഇസ്രായേലാക്കി മാറ്റിയെങ്കിൽ പഴയ ഇസ്രായേലിന് സംഭവിച്ച ചരിത്രത്തിലെ പരാജയങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ, അവർക്ക് കനാൻ ദേശത്ത് കടക്കുവാൻ കഴിയാതെ പോയെങ്കിൽ എന്റെ ദൈവം എന്നെ രക്തത്താൽ വീണ്ടെടുത്ത് ആ നിത്യ കനാനിൽ ദൈവത്തിന്റെ പ്രിയ ഭവനത്തിൽ എത്തിക്കുവാൻ എന്നെ ആഗ്രഹിക്കുമ്പോൾ അതെനിക്ക് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ സൂക്ഷിക്കുക എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇന്ന് രാത്രി നമുക്കൊന്നുകൂടെ ഒരുങ്ങാം. ക്രിസ്തുവിന്റെ മനസ്സിനോട് താരതമ്യമായി നമുക്കൊന്ന് രൂപാന്തരപ്പെടാം. ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരാം. പരിശുദ്ധാത്മാവിന്റെ നിറവും ഫലമുള്ളവരായി തീരാം. വിളക്ക് കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആത്മീയ ജീവിതം, പരിശുദ്ധാത്മാവിന്റെ നിറവ്. ആമേൻ. കർത്താവിന് വേണ്ടി നല്ലൊരു ജീവിതം കാഴ്ചവെക്കുക. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവിന് വേണ്ടി മുട്ടിയ വാതിൽ തുറന്നു കൊടുത്തു, കർത്താവ് അകത്തു വന്നു. അതോടുകൂടെ തീർന്നു ആ ബന്ധമെന്ന് വിചാരിക്കാതെ നിരന്തരമായ ഒരു ബന്ധം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. ആമേൻ. ഇല്ലേ? വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മാമിയെ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ ലേഖനം 2:8 വായിച്ചാട്ടെ. ആമേൻ. എഫേസ്യ ലേഖനം 2:8. ആമേൻ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ദൈവത്തിന്റെ ദാനമാണ് രക്ഷ. ഈ രക്ഷ കൃപയാലാണ് നമുക്ക് കിട്ടിയത്. ഈ കൃപ നമ്മുടെ മേൽ വന്നപ്പോൾ നമുക്ക് വിശ്വസിക്കുവാനുള്ള കഴിവ് കിട്ടി. അപ്പോൾ വിശ്വാസത്താലാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. അതിന് നമ്മുടെ പ്രവൃത്തി കാരണമല്ല. ഇനി അടുത്ത 2 കൊരിന്ത്യർ ലേഖനം 5:7 വായിച്ചാട്ടെ. നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ രക്ഷയ്ക്ക് ത്രികാല അനുഭവമാണ്. അത് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 5:7. വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട വ്യക്തി, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട വ്യക്തി ഓരോ ദിനവും വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് റോമർ 13:11 വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. 13:11. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അപ്പോൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടന്നുകൊണ്ടിരിക്കുന്നു, വിശ്വാസത്താൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത്, ഇനി വരുവാനുള്ള രക്ഷ, വീണ്ടെടുപ്പ്, റാപ്ചർ, ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ആ പുത്രത്വം, അത് ആ രക്ഷ നമുക്ക് വിശ്വാസത്താൽ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്നതാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ഇനി രക്ഷിക്കപ്പെടും, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും. അതാണ് ഉൽപ്രാവണം, അതാണ് റാപ്ചർ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉയർപ്പും രൂപാന്തരവും നടക്കും. നമ്മളെ വിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ പ്രിയമ്മണിമാമയും ചാക്കോച്ചായനും ഒക്കെ, ഹല്ലേലൂയ, അവരൊക്കെ കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി ജീവിച്ചവരാണ്. വളരെ പ്രത്യാശയോടെ ജീവിച്ച്, മാതൃകയോടെ ജീവിച്ച്, കുഞ്ഞുങ്ങളെ ആ വഴിക്ക് നടത്തി, ശുശ്രൂഷയിൽ
കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്ത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടിയും ദൈവസഭകൾക്ക് വേണ്ടിയും അനേക വൻകാര്യങ്ങൾ ചെയ്ത് അനേകർക്ക് പ്രയോജനകരമായി തീർന്ന ഈ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ നമ്മുടെ കർത്താവ് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തി നിൽക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവരും ആ കൂടെ ഉയർത്തെഴുന്നേക്കും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് വരുന്ന സമയത്ത് നമ്മൾ ജീവനോട് ഇരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ നമ്മളും സകല വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്നവരും രൂപാന്തരപ്പെട്ട് ഉയർക്കപ്പെട്ട വിശുദ്ധന്മാരോടുകൂടെ മേഘങ്ങളിലേക്ക് നമ്മളെ എടുക്കും. ദൈവത്തിന് സ്തോത്രം. ഇല്ല, നമ്മൾ മരിച്ചെങ്കിൽ വിശുദ്ധന്മാരോടുകൂടെ നമ്മൾ ഉയർക്കും. നമുക്ക് ഈ പ്രത്യാശ ഉണ്ടാകട്ടെ. മരുഭൂമിയിൽ വീണവരെ പോലെയല്ല, സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നമുക്ക് ഇടശേഷിച്ചിരിക്കുന്നത് കൊണ്ട് അവിശ്വാസവും മത്സരവും ആമേൻ ഹല്ലേലൂയ അനുസരണക്കേടും 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞ പരീക്ഷ, പരസംഗം, ദുർനടപ്പ്, വിഗ്രഹാരാധന, പെറുപെറുപ്പ് ഇതൊക്കെ വിട്ട് ആത്മാവിന്റെ നിറവും ഫലമുള്ളവരായി ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്ന മിശ്രമേ നമുക്ക് വേണ്ട. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ ദൈവം മതി, ഞങ്ങൾ കർത്താവിനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇത് രാത്രികാല ഐശ്വര്യമായി സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചല്ലോ. വചനത്തിന്റെ വാതില് ദൈവത്തിന്റെ ഭക്തനെ ദൈവം തുറന്നു കൊടുത്തുവല്ലോ. ഒരു വേദവാക്യം വായിച്ച് അനേക വേദഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി. ഈ രാത്രികാലം നമുക്ക് മുന്നറിയിപ്പ് ഹല്ലേലൂയ അവിടെ നൽകിയിരിക്കാവുന്ന സ്തോത്രം. പഴയ ഇസ്രായേലിനെ പറ്റിയ പരാജയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. അവരുടെ അധംപതനമെന്ന് പറയുന്നത് ഹല്ലേലൂയ 3 പടികൾ നമുക്ക് ഹല്ലേലൂയ ചിന്തിപ്പാനായിട്ട് സാധിക്കും. 1 ഹല്ലേലൂയ സ്തോത്രം അവരുടെ മത്സരം, ദൈവത്തോട് നാം മത്സരിക്കരുത്. ഹല്ലേലൂയ 2 ഹല്ലേലൂയ അവരുടെ പാപം, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ 3 അനുസരണക്കേട്, ഹല്ലേലൂയ പിന്നെയും ഒരു നല്ല പട്ടിക നീണ്ടു കിടക്കുകയാവുന്നു പിറവിറുപ്പ്. ഹല്ലേലൂയ പിറവിറുക്കുന്നതെന്ന് പറയുന്നത് ദൈവത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ പിറവിറുക്കരുത്. കഷ്ടത്തിന്റെ അപ്പം കൊണ്ട് ഞെരുക്കത്തിന്റെ വെള്ളം തന്നാലും നമ്മുടെ ഉപദേഷ്ടാവ് നമ്മുടെ ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, നമ്മളെ നന്മയ്ക്കായി പരീക്ഷിക്കുന്ന ദൈവം, ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത 3 കാര്യങ്ങൾ. 1 ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല, പോഷ്ക് പറയുന്ന ദൈവമല്ല, അത് സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവ് അന്ന് വാഗ്ദത്തം ചെയ്ത വിശ്വസനായ ദൈവം ഇന്നും വാഗ്ദത്തങ്ങൾ നമുക്ക് നിവർത്തിച്ചിരുന്ന ദൈവമാകും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ ദൈവം വിടുവിച്ച വിടുതല ദൈവത്തിന്റെ ഭുജകരങ്ങളാൽ ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേലിന്റെ അടിമത്തിൽ നിന്ന് അവരുടെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ദൈവം അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നു. സ്തോത്രം. കഷ്ടതയിലും കണ്ണുനീരിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമാകും. ഹല്ലേലൂയ സ്തോത്രം. അവരെ മരുഭൂമിയിൽ കൂടെ ശത്രുക്കളുടെ മധ്യത്തിൽ കൂടെ ഹല്ലേലൂയ രഹസ്യമായിട്ടല്ല കൊണ്ടുവന്ന, പരസ്യമായിട്ടാണ് കൊണ്ടുവന്നത്. ഹല്ലേലൂയ കൊടുമുഴക്കത്തോടാ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതും കൊടുമുഴക്കത്തോടാ. ഹല്ലേലൂയ ദൈവത്തിന്റെ ഭുജകരങ്ങളാൽ അവരെ വിടുവിച്ച് ഹല്ലേലൂയ ശത്രുക്കളുടെ നടുവിൽ കൂടെ നടത്തിയ ദൈവം. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഓ ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം ഉണങ്ങിയ നിലമാക്കി നാഷണൽ ഹൈവേ ഒരുക്കി കൊടുത്ത ദൈവം. ദൈവത്തിന്റെ അത്ഭുത വീര്യപ്രവൃത്തികൾ അതിശയങ്ങൾ തീരാത്ത പോലെ കണ്ണിന് മുമ്പിൽ കണ്ടിട്ടും അവര് ദൈവത്തിൽ അവിശ്വസിച്ചു, ദൈവത്തോട് പാപം ചെയ്തു. ഹല്ലേലൂയ അനുസരണക്കേട് കാണിച്ചു. അവരുടെ ഹൃദയം ഹല്ലേലൂയ കഠിന ഹൃദയമായിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഇവിടെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. എബ്രായരുടെ ലേഖനത്തിൽ വിലപ്പെട്ട ദാസൻ വായിച്ച വേദഭാഗം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു. എല്ലാവരും 5 പ്രാവശ്യം എടുത്ത് പറഞ്ഞിരിക്കുക. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. പിന്നെയും പറയാ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. പിന്നെയും പറയാ എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു. പിന്നെയും പറയാ എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. 5 പ്രാവശ്യം പറഞ്ഞിരിക്കുക. എല്ലാവരും. ഹല്ലേലൂയ. അവർ മരുഭൂമിയിൽ പെട്ടുപോകുവാൻ കാരണം ദൈവത്തോടുള്ള മത്സരം, പാപം, അനുസരണക്കേട്.
ദൈവമക്കളെ മുന്നറിയിപ്പായി ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് ഒരു പ്രാവശ്യം കൂടെ നമ്മളെ ഹല്ലേലൂയ തട്ടി ഉണർത്തി. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മഹാരാജാവ് വിശ്വസനാശുദ്ധന്മാരുടെ കൂടെ ഇന്ന് വന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത്തിന് എപ്പോഴും കൃപയും സാന്നിധ്യവും എല്ലാ മക്കളോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. God bless you. God bless us all. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്ന രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ദൈവദാസൻ കൂടെ കേൾക്കുവാനിടയായി തീർന്നുവല്ലോ. സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പ്രിയ അനിയച്ചാനെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്ന വളരെ ലേറ്റ് ആയിട്ടാണ് ദൈവദാസനോട് ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവദാസൻ തക്ക സമയത്ത് കിടന്നു വന്ന കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ച നടക്കുന്ന മെമ്മോറിയൽ സർവീസും ഫ്യൂണറൽ സർവീസും വളരെ അനുഗ്രഹമായി തീരുവാൻ തക്കൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ഇവിടെ നടക്കുന്ന ശനിയാഴ്ച നടക്കുന്ന ഫ്യൂണറൽ സർവീസിന് ശേഷം ഞായറാഴ്ച പ്രിയ ഡിറ്റിയും സിബിയും അവരുടെ 3 കുഞ്ഞുങ്ങളും ഒരു 5 പേര് ഒരുമിച്ച് നാട്ടിലേക്ക് അവരുടെ പിതാവിന്റെ ഫ്യൂണറൽ സർവീസിനുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നു. പ്രിയപ്പെട്ട കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഭോപ്പാലിലായിരിക്കുന്ന പ്രിയ പാസ്റ്റർ ഡാഡു തക്ക സമയത്ത് മടങ്ങി വരുവാനിടയായി തീർന്നു. ആ പ്രിയപ്പെട്ട കുടുംബങ്ങളെല്ലാവരെയും സഹോദരങ്ങളെല്ലാവരും നാട്ടിലേക്ക് യാത്രയാകുന്നു. അവരുടെ എല്ലാവരുടെയും യാത്രയെ ഓർത്തുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിൽ ദൈവം കർത്താവ് നമ്മെ എല്ലാവരെയും പരിപാലിക്കട്ടെ. കഴിഞ്ഞ അടുത്ത ദിവസങ്ങളൊക്കെ നല്ല തണുപ്പാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മെമ്മോറിയൽ സർവീസിനും ഫ്യൂണറൽ സർവീസിനും ഒക്കെ നല്ല വെതർ കർത്താവ് നമുക്ക് നൽകുവാൻ പ്രത്യേകം എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ പാട്ടുപാടിയ കർത്താവിന്റെ ദാസി പ്രിയ സിനിസിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. സീ യു അഗൈൻ ടുമോറോ മോർണിംഗ് at 5 o'clock. രാവിലെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വീണ്ടും കടന്നു വരാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്.